ഹായ് ഫ്രണ്ട്സ്, കപ്പയും മീനും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മീനൊക്കെ പൊള്ളിച്ചെടുത്തിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. നല്ല നാടൻ മത്തിയാണ് നമ്മൾ ഈ ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ടാവും. അത് നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നല്ല നെയ്യുള്ള മത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ദശക്കട്ടിയുള്ള വേറെ ഏത് മീനും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി മീൻ പൊള്ളിച്ചെടുക്കാനുള്ള ഒരു മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കാന്താരിമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കാന്താരിമുളക് ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ നോർമൽ മുളക് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർത്താൽ ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇതിലേക്ക് വെള്ളത്തിന് പകരമായിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കേണ്ട, തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് ഒരുപാട് ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. കപ്പ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ അരപ്പ് ഏകദേശം ഒരു 3 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഇതുപോലെ തന്നെ ഓപ്ഷനിലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. തേങ്ങാപ്പാൽ ചേർത്താൽ ഈ ഒരു മീൻ പൊള്ളിച്ചതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് 2 കഷ്ണം ചെറിയ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളി അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയോ അല്ലെങ്കിൽ വാളംപുളിയുടെ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു മീനെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല നെയ്യുള്ള മത്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പക്ഷേ ഇതിപ്പോൾ ചെറിയ മത്തിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മീനിൻ്റെ മുകളിലേക്ക് അരപ്പൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊള്ളിച്ചെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മളിങ്ങനെ പൊള്ളിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണതാണ് 2 സൈഡിലും മസാല പിടിക്കാനായിട്ട് നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിത് കപ്പയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മത്തി പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത അരപ്പൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിലും സാധാരണ പൊള്ളിച്ചെടുത്താലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. സാധാരണ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു മസാല വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് കപ്പയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ കപ്പ ബിരിയാണി തയ്യാറാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് മിസ്സാക്കാതെ തന്നെ ചേർക്കണം കേട്ടോ. തേങ്ങാക്കൊത്ത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് അളവിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി അല്ലാന്നുണ്ടെങ്കിൽ സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കൂട്ടിന് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കപ്പയിലേക്ക് ഉപ്പിട്ടതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളകൊക്കെയാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ടേസ്റ്റാണ് ഇതിന് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വീണ്ടും കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊള്ളിച്ച് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുള്ള് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മുള്ള് മാറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുള്ള് കളഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ മുള്ളിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇങ്ങനെ വലിയ മുള്ളുകൾ മാത്രം ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മത്തിയും കപ്പയും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആ ഒരു തട്ടുകട സ്റ്റൈലുള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് സവാള കൊത്തിയരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഈ ഒരു സവാളയും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിൽ കൂടി അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക്